പറയൂ. ഒരു വെറൈറ്റിക്ക് ഇപ്രാവശ്യം കാറ് വിട്ട് ബസ്സിലാണ് യാത്ര പോകുന്നത്. എവിടേക്കാന്നല്ലേ? വട്ടവട. അങ്ങനെ വെളുപ്പിനെ ഞങ്ങൾ തിരിച്ച് ഒരു സമയമാകുമ്പോഴത്തേക്കും ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വട്ടവട എത്തി. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റേയിൻ്റെ അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ ഒരു ഓട്ടോ ഒക്കെ പിടിച്ച് ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് സ്റ്റേയിലെത്തി. നമ്മുടെ സ്റ്റേ ഇതാണ്, ഹേസി മൗണ്ട് എന്നാണ് പേര്. ഇവിടെ കോട്ടേജസ് ഉണ്ട്, ഡോർമെറ്ററീസ് ഉണ്ട്, പിന്നെ ടെൻറ്റ് കാണാൻ സൗകര്യമുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഒരു കോട്ടേജാണ് ബുക്ക് ചെയ്തത്. നമ്മൾ അങ്ങോട്ട് പോവാം. പിന്നെ ഇതാ ഇവിടെ ചിൽഡ്രൻസ് പാർക്കുണ്ട്, ക്യാമ്പ് ഫയറിൻ്റെ എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. രാത്രിയാകുമ്പോഴത്തേക്കും ഇവിടെ ക്യാമ്പ് ഫയറൊക്കെ ഉണ്ട്. പാട്ടൊക്കെ വെച്ച് നല്ല മൂടാന്നാണ് കേട്ടത്. നമുക്ക് നോക്കാം. പിന്നെ നോക്കിയ വ്യൂ എന്താണെന്ന്, എന്ത് രസമുണ്ടെന്ന് അറിയാം. നമ്മുടെ കോട്ടേജിൽ നിന്നുള്ള വ്യൂ ആട്ടോ ഇത്. നമ്മൾ സമ്മർ സീസണിൽ വന്നുകൊണ്ട് അധികം പച്ചപ്പില്ല ഇവിടെ. പക്ഷേ ഒരു മഴയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ കാണുന്ന സ്ഥലം മൊത്തം പച്ചപ്പായിരിക്കും. ഈ വഴിയാണ് നമ്മളിവിടെ കോട്ടേജിലോട്ട് കയറുന്നത്. ഇതാണ് നമുക്ക് സ്ട്രെയിറ്റ് കിട്ടുന്ന വ്യൂ. കൃഷി അച്ഛൻ ഓൾറെഡി ഇവിടെ വീഡിയോ ഒക്കെ തുടങ്ങി. സോ ദിസ് ഇസ് നമ്മുടെ കോട്ടേജ്. ഓക്കെ, ഉള്ളിൽ എന്താണെന്ന് നോക്കാം. ഇവിടെ ഓൾറെഡി നമ്മളെല്ലാ സാധനങ്ങളും ബാഗൊക്കെ വെച്ച് അലങ്കോലമാക്കിയിട്ടുണ്ട്. ഇതൊരു ക്യൂട്ട് കുഞ്ഞ് കോട്ടേജ്. ഇതാണ് വാഷ്റൂം, നീറ്റ് ആൻഡ് ക്ലീൻ. ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലം. അങ്ങനെ നമ്മൾ വട്ടവടയിലെത്തി. എവിടെയാണ് താമസിക്കുന്നത്? ഹേസി മൗണ്ട്. എങ്ങനെ പറഞ്ഞാലും രണ്ടും സെയിം തന്നെയാണ്. എന്നിട്ട് നമ്മൾ ഒന്ന് ഫ്രഷായി. എന്നിട്ട് ഇപ്പം നമ്മൾ നമ്മുടെ ജീപ്പ് ഇപ്പം വരും. നമ്മൾ ജീപ്പ് സഫാരി വ്യൂ പോയിന്റ്സ് കാണാനായിട്ട് ഇപ്പോൾ ഇറങ്ങും. വെയിറ്റിംഗ് ഫോർ ദ ജീപ്പ്. ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. നമ്മുടെ ജീപ്പാണോ എന്നറിയില്ല. നോക്കാം. അപ്പുറത്ത് ലാസ്റ്റ് മലയാണ്. ആ ബിൽഡിംഗ് ആണ് ഈ ബിൽഡിംഗ്. പിന്നെ അവൻ്റെ വില്ലേജ് ഇതാണ്. പിന്നെ ഇത് ഇപ്പോഴാണ് എല്ലാവരും കൃഷി ഇറക്കുന്ന സ്റ്റാർട്ടിങ് ആണ്. അതായത് ഇത്രയും ദിവസം മഴയില്ലായിരുന്നു. 2 ദിവസം മാത്രമേ മഴയുണ്ടായിരുന്നുള്ളൂ. ഇനിയും പകുതി പേര് ചെയ്തിട്ടില്ല. ഇത് ഈ താഴെ കാണുന്നതുണ്ട്. അതൊക്കെ ആകുമ്പോഴത്തേക്കും വെള്ളം അടിച്ച് നനച്ച് വച്ചേക്കണേ. വട്ടവട എന്ന സ്ഥലം ഈ ട്രാവലേഴ്സൊക്കെ പറഞ്ഞ് കേൾക്കുന്നതല്ലാണ്ട് പൊതുവെ നമ്മൾ കേൾക്കാത്തൊരു സ്ഥലമാണ്. പക്ഷേ നമ്മൾ കാണുന്ന ഒട്ടുമിക്ക സിനിമകളിലും ഈ ഒരു ഹൈ റേഞ്ച് സ്ഥലം കാണിക്കാൻ ഉപയോഗിക്കുന്നത് വട്ടവട തന്നെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ലോക്കൽസൊക്കെ പറഞ്ഞാണ് ഇവിടെ ഒരുപാട് സിനിമയ്ക്ക് ഷൂട്ടിന് ആൾക്കാർ വരാറുണ്ട്. കോവിൽ റിസോർട്ടിന് അടുത്ത് തന്നെയാണ്. അങ്ങനെ വ്യൂ പോയിൻ്റ് ഒക്കെ കണ്ടിട്ട് നെക്സ്റ്റ് നമ്മൾ സ്ട്രോബെറി ഫാമിലേക്കാണ് വന്നത്. അവിടെ കുറച്ചൊക്കെ സ്ട്രോബെറീസ് നമ്മൾ പഴുത്തത് കണ്ടു. എന്തായാലും കുറച്ച് വാങ്ങിക്കണം. പിന്നെ അവിടെ ജാമും എന്തൊക്കെയോ അങ്ങനത്തെ പ്രൊഡക്ട്സ് ഉണ്ട് സ്ട്രോബെറിയുടെ. നമുക്ക് പോയി നോക്കാം. അവിടെ ഇന്നത്തെ 3rd ഡെസ്റ്റിനേഷൻ ഇന്ത്യയാണ് സിൽവർ ഫോൾസ്. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വഴിയാണ് സിൽവർ ഫോൾസിലേക്ക് പോകേണ്ടത്. എന്ന് പറഞ്ഞു നമ്മളിപ്പോൾ സിൽവർ വാട്ടർഫോൾസിന് അങ്ങോട്ടേക്ക് നടക്കുന്ന
സൈഡിൽ ഇങ്ങനെ ഒരു തോടിൽ കൂടി ആ വാട്ടർഫോൾസിലെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പായി വൈകിട്ടായപ്പോഴത്തേക്കും. ഉച്ച വരെ നല്ല വെയിലും ചൂടായിരുന്നു. ഉണ്ടോ? ആ അയ്യോ കിടുതാണ് ഇപ്പൊ കയ്യും കാലും ഒക്കെ മരവിച്ച് ഐസ് പോലായി പോയി. വല്ലാത്ത എക്സ്പീരിയൻസ് ആയി പോയി. എന്തോന്ന് കോഫി കുടിക്കാമല്ലോ. തണുത്തിട്ട് വയ്യേ. കാട്ടിലൂടെയുള്ള യാത്രയാട്ടോ. കൊടുങ്കാടാണ്. ഏത് സമയവും എന്ത് സംഭവിക്കാം. ഈ ആന എന്തും വരാം. പിന്നെ ഞങ്ങളുടെ കൂടെ ഒരു വീഡിയോ കോളും കൂടെ ചെയ്യാം. അതിലോട്ട് എന്തിനാ നമുക്ക് കാടുണ്ടോ? മൃഗങ്ങളെ പേടിപ്പിക്കാനാണോ? നോക്കിയാ ടോപ്പ് പോയിന്റ്. ഇതാണ് ഇവിടുത്തെ ഹണി മ്യൂസിയം. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പാഷൻ ഫ്രൂട്ടും വെളുത്തുള്ളിയൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് മ്യൂസിയത്തിൽ തേൻ ഉണ്ടാക്കുന്ന പ്രോസസ്സ് കാണിച്ചു. പിന്നെ പല വെറൈറ്റീസ് ഓഫ് തേൻ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നു. അതിനുശേഷം രാത്രിയായപ്പോഴത്തേക്കും നല്ല ലൈറ്റിങ്ങും അങ്ങനെ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് ഫുഡും വാങ്ങിച്ചിട്ട് നമ്മൾ റിസോർട്ടിലേക്ക് തിരിച്ചു പോയി. ആണോ? എന്നോടല്ലേ ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞ ഇവിടെ ഇരിക്കേണ്ട അപ്പോൾ നിങ്ങൾക്ക് തണുക്കുന്നില്ല. അയ്യോ ഇറക്കുന്നേ. എന്നാ നമുക്ക് തണുക്കാം. ഓക്കെ തണുക്കാം. ഓക്കെ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. വേറെ ഞങ്ങളുടെ കുട്ടി വ്ളോഗ് ടു വട്ടവട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നേക്കും. ഓക്കെ ബൈ.